ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമേറിയ നിമിഷം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുമിച്ച് പിന്നെയും കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വീകരിപ്പാൻ ദൈവം തന്ന കൃപകൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്രത്തോളം ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ദൈവമിടയാക്കി. നമ്മള് ഈ ദിവസങ്ങളിൽ തിരുവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിന്റെ 2 വേദഭാഗം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:2. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചന പറയുന്നത് ഒരു ഭാഗ്യ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭക്തന്റെ അനുഭവമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു ഭക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു ഭാഗ്യ അവസ്ഥയിൽ എത്തണമെന്നുണ്ട് എങ്കിൽ, അഥവാ ഒരു വിശ്വാസി ഒരു പൂർണ്ണമായ ഒരു ഭാഗ്യ അവസ്ഥയിൽ എത്തണമെന്നുണ്ട് എങ്കിൽ ഇവിടെ അവന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഈ വാക്യത്തിൽ. ഈ ഒരു വിശ്വാസിയുടെ ഹൃദയം ഏത് തലത്തിലാണോ ആ തലത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് എത്തിച്ചേർക്കപ്പെട്ടു എങ്കിൽ മാത്രമേ ഒരു ഭാഗ്യാവസ്ഥയിൽ എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് നാം വായിച്ച 2 വാക്യത്തിൽ കാണുന്നത്. എങ്ങനെയാണ് ഇവിടെ ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്നാണ്. അതിലെ 2 വാക്യത്തിന്റെ അതിന്റെ 2 ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, അതായത് ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഭാഗ്യ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് പലരെയും നോക്കിക്കൊണ്ട് നമ്മൾ പറയും പണമുള്ളവര്, സൗന്ദര്യമുള്ളവര്, വിദ്യാഭ്യാസമുള്ളവര്, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയും അല്ലെ. വലിയ വീടും കാറും ബംഗ്ലാവും ഒക്കെയുള്ളവരെ നമ്മൾ പലപ്പോഴും ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഭാഗ്യവാൻ എന്ന വേദപുസ്തകം പറയുന്നത് ഇപ്രകാരമാണ്: പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വിശ്വാസിയാണ് ഭാഗ്യവാൻ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുകയാണ്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, ചിലര് പാതി ഹൃദയത്തോടെ, ചിലര് പറയും താൻ പാതി ദൈവം പാതി, അല്ലെ? അങ്ങനെ ഒരു പാതി ഉണ്ടോ? എനിക്കറിയില്ല. മുഴുവനായും ദൈവമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ദൈവ സന്നിധിയിലേക്ക് നാം നമ്മെ തന്നെ ഒരു പൂർണ്ണതയിൽ സമർപ്പിക്കപ്പെടുക, മനസ്സ് പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക, പൂർണ്ണ ഹൃദയത്തോടെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും ഊന്നാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റേതായ ഒരു വഴിത്തിരിവിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച ദൈവഹിതപ്രകാരം നാം ഒരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു ഭക്തന് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഒരു വിശ്വാസി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസി എങ്ങനെയുള്ളവനായിരിക്കണം? അതാണ് ഈ 119 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നത്. ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാൻ. കണ്ടോ? അപ്പൊ ഈ ഭാഗ്യ അവസ്ഥയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കണം. ഈ വചനം
എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടത്. അത് എല്ലാവരും വചനം ക്രിയ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വചനം അതിന്റെ നിലയിൽ നാം അക്സെപ്റ്റ് ചെയ്യണം. ഈ വചനം പഠിക്കണം, ഈ വചനം നാം വായിക്കണം, ഈ വചനം നാം ധ്യാനിക്കണം. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് ഈ 3 മണി ഇപ്പൊ 4:15 സമയം കഴിഞ്ഞു. ഇന്ന് നേരം വെളുത്ത് ഈ സമയം വരെയും നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? വായിക്കാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ഈ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. വചനം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. നമ്മെ വചനം കഠിന ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്ക മാർഗത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനം ഒന്നാമതായിട്ട് വചനം അനുസരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ നടപ്പ്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് അവന് നടപ്പ് ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയും. നടപ്പിൽ ക്രമമുണ്ടെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കൈവശം ഈ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡിവൈസ്, ഒരു മൊബൈൽ, നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അതിനെ ഓൺ ചെയ്യുകയും ഓഫ് ആക്കുകയും ഏത് ആപ്പാണ് ഓൺ ചെയ്യേണ്ടത്, ഏതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതിലൂടെയാണ് എന്റെ ജീവിതം ക്രമപ്പെടേണ്ടത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുക, നാം നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ, നാം നമ്മുടെ ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം വേണ്ടവണ്ണം നന്നാ കൊണ്ടുപോകുവാൻ കഴിയാതെ നാം പലപ്പോഴും വലയുകയാണ്. കാരണം പിശാച മുഴുബലത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കാതെ വണ്ണം നമ്മെ നിഷ്കളങ്ക അനുഭവത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുക? വക്രബുദ്ധിയിലേക്ക്, ഒരു ക്രൂക്കഡായിട്ട്, കൗശല ബുദ്ധിക്കാരായി നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. അതേ, നമുക്കറിയാം ദൈവവചനം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ വിട്ടൊന്നും ചെയ്യാൻ സാധ്യമാകത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവകൃപ അനുഭവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്യണം? ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതായിരിക്കണം. ഈ കാലഘട്ടത്തിൽ എനിക്ക് വളരെ ദുഃഖത്തോടെ പറയുവാനുള്ള ഒരു കാര്യം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാതെ പണ്ടുള്ള കാലങ്ങളിൽ എത്രയോ ദൈവ ഭക്തര് ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവത്തിന്റെ വചനത്തെ അപ്പടി അവർ കണ്ണടച്ച് കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗൂഗിളിനോട് ചോദിക്കും, അല്ലേ? നമ്മള് മറ്റ് ഇതര അറിവുകളിലേക്ക് പോകും. ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുവാൻ കഴിയാത്ത അനുഭവം, സംശയാലുക്കളായി മാറുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകുകയാണ്. നിഷ്കളങ്ക അനുഭവത്തിൽ നിന്ന് നമുക്ക് ആ നിഷ്കളങ്ക അനുഭവത്തിൽ ജീവിപ്പാൻ കഴിയാതെ വരികയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഇന്നൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മുടെ ഹൃദയം പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കുന്നതാണോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്നത്. തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമുക്ക് പ്രാണൻ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തെ നാം സേവിക്കുക, ആ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും പൂർണ്ണത വിട്ടിട്ട് അപൂർണരായി ജീവിക്കുകയാണ്. അപൂർണരാരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എത്തപ്പെടുകയില്ല.
അതിന് നാം എന്ത് ചെയ്യണം? വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ദൈവാത്മാവ് നമ്മെ നോക്കി ഇന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ ഭാഗ്യാവസ്ഥയിൽ എത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ഭാഗ്യാവസ്ഥയിൽ എത്തണമെങ്കിൽ ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 101 അധ്യായം അതിന്റെ 2 വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 101 അധ്യായം അതിന്റെ 2 വേദഭാഗം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. കണ്ടോ, ഇവിടെ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? നിഷ്കളങ്കമായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം. ഹല്ലേലൂയ. ദൈവം അതാണ് എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രൂക്കഡായിട്ട് ജീവിക്കുവാനല്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവ പൈതല് ഇന്ന് നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കഴിയും. അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുമ്പോൾ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ഭാഗ്യാവസ്ഥയിലെത്തും. എന്താണ് ആ ഭാഗ്യാവസ്ഥ? ദാവീദ് ഇവിടെ പറയുകയാണ്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. നിഷ്കളങ്ക മാർഗത്തിൽ. അപ്പോ നമ്മുടെ വഴികൾ ഓരോന്നും നിഷ്കളങ്കതയിലായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന അളവിലായിരിക്കണം. താൻ പറയുന്നത് ഈ 101 സങ്കീർത്തനം 2 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ആ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന വ്യക്തി എന്താ സംഭവിക്കുന്നത്? അവന്റെ വീട്ടിലും നിഷ്കളങ്കതയോടെ പെരുമാറും. താൻ എവിടെ കടന്നുപോയി, വീട്ടിലാട്ടെ, ജോലി സ്ഥലത്താകട്ടെ, നാം ആയിരിക്കുന്ന ഏതൊരു സൊസൈറ്റിയിലും നിഷ്കളങ്കമായി ഇടപെടുവാൻ നമുക്കിടയാകും. ചിലരെ കണ്ടിട്ട് നമ്മൾ പറയത്തില്ലേ, ഭയങ്കര നിഷ്കളങ്കരാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവ വചനത്തിന് അധിഷ്ഠിതമായി ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നിഷ്കളങ്കതയോടെ തന്നെ ജീവിക്കും. അവർക്ക് കള്ളം പറയാനും അവർക്ക് ദൈവഹിതം വിട്ടു പോകുവാനും ദൈവ വഴിയെ മാറ്റി വിട്ടിട്ട് നടക്കുവാനും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. ദൈവം ഉപദേശിക്കുന്ന വഴിയിൽ ആ വ്യക്തി നടക്കും. ദാവീദ് അങ്ങനെ തന്നെയാണ് നടന്നത്. അത് കാട്ടിൽ ഏകാന്തത അനുഭവിച്ചപ്പോൾ, ആടുകളോടൊത്ത് വസിച്ചപ്പോഴും, തന്റെ ജീവിതം ഒറ്റയ്ക്കായിരുന്നപ്പോഴും ഒക്കെയും ദൈവം പറഞ്ഞ ആ പാന്താവിലൂടെ തന്നെയാണ് താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് ആയിരിക്കണം? നിഷ്കളങ്കമായിരിക്കണം. പലപ്പോഴും ഇന്ന് ഞാൻ പല വ്യക്തി ജീവിതങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്. നിഷ്കളങ്കതയില്ല. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിഷ്കളങ്കതയോടെയാണോ ഇടപെടുന്നത്? ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ കണ്ടുവരുന്ന എന്താണെന്നറിയാമോ? ക്രൂക്കഡാണ്. എല്ലാം ഒളിപ്പിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ക്രൂക്കഡാണോ അല്ലയോ എന്നുള്ളത്. അവരിൽ കൗശലമുണ്ടോ, നിങ്ങളെ മറയ്ക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡ് ആകട്ടെ, വൈഫാകട്ടെ, നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടെ ഒന്ന് നോക്കാൻ തരുന്നില്ല എങ്കിൽ, ആരും അത് എടുത്തു നോക്കിയാൽ അത് വഴക്കുണ്ടാക്കുന്നു, എന്തിനെടുക്കുന്നു എന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഭവനത്തിൽ നിഷ്കളങ്കരല്ല. അവർക്ക് വേറെ ബിസിനസ് ഉണ്ട്. അവർക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്റെ വീട്ടിലുള്ളവർ അത് കാണാൻ പാടില്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് തനത് രഹസ്യമായി ഗുപ്തമാക്കി വെക്കുന്നു. ആ മൊബൈല് എടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടം തോന്നാതെ വരുന്നു. ഇന്നത്തെ കുട്ടികളൊക്കെ പലരും അങ്ങനെയല്ലേ? ഇന്നത്തെ എന്നോട് ഒത്തിരി സഹോദരന്മാര് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെയും ഞങ്ങളുടെ വൈഫിന്റെയും മൊബൈലൊന്നും നോക്കാൻ പോലും സാധിക്കുന്നില്ല, കാണിക്കത്തില്ല, തൊടിക്കത്തില്ല. ഞാൻ പറയട്ടെ,
ദൈവവചന പ്രമാണപ്രകാരം ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യം വരുന്നില്ല. നിഷ്കളങ്കതയോടെ ഇടപെടുന്നു എങ്കിൽ ഒന്നും അവർക്ക് രഹസ്യമല്ല, ഗുപ്തമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായിരിക്കണം. ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായിരുന്നാൽ മനുഷ്യരുടെയും മുൻപിൽ അവർ നിഷ്കളങ്കരായിരിക്കും. അവർ മനുഷ്യരോട് നിഷ്കളങ്കമായി ഇടപെടും. കുടുംബത്തിൽ ഇതാണ് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ ആദ്യം നമ്മൾ എവിടെയായിരിക്കും നിഷ്കളങ്കതയോടെ ഇടപെടേണ്ടത്? നമ്മുടെ ഭവനത്തിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ അംഗങ്ങളോടൊത്തായിരിക്കണം. നമ്മുടെ ഓരോ അനുഭവത്തിലും നാം നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ ശ്രമിക്കണം. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾ പ്രസാദിക്കുകയുള്ളൂ. നമുക്കൊരു ഭാഗ്യ അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എന്നെ നിങ്ങളെ നോക്കി പറയുന്നു, ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിൽ നിഷ്കളങ്കതയോടെ പെരുമാറി, ഞാന് എന്റെ വീട്ടിൽ നിഷ്കളങ്കതയോടെ ഇടപെട്ടു. നമ്മോടും പറയുക, ഈ ദിവസങ്ങളിൽ നമ്മിൽ എത്ര പേർ നിഷ്കളങ്കതയോടെ നമ്മുടെ ഭവനത്തിൽ ഇടപെടുന്നു? ഭൂരിഭാഗം പേർക്കും അത് സാധ്യമാകുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ദൈവവചനം അവർ അതിൻ പ്രകാരത്തിൽ ഉള്ളിൽ ഉൾക്കൊള്ളുന്നില്ല. വചനത്തിനധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമാകുന്നില്ല. ഇന്നത്തെ ക്രിസ്തീയ സഭകളിൽ ഇങ്ങനെയുള്ള ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുവാനും ദൈവദാസന്മാർ പോലും മറന്നു പോകുകയാണ്. കാരണം ഇന്ന് പലരും നിഷ്കളങ്കതയോടെ അല്ല ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഇന്നത്തെ കാലഘട്ടത്തിൽ വയറ്റിനു വേണ്ടിയാണ് പലരും ജീവിക്കുന്നതും വേല ചെയ്യുന്നതെന്നും. എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അങ്ങനെയൊക്കെയാണോ എന്ന്. കാരണം നിഷ്കളങ്ക മാർഗമെന്ന് പറയുന്നത് ദൈവം എന്നെ നടത്തും, വിശ്വാസ ജീവിതം ആണ്. അല്ലാതെ നമ്മുടെ സ്ഥലമാറ്റത്തിന്റെ ടൈമൊക്കെ വരുമ്പോഴും നമുക്കൊരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥകൾ വരുമ്പോഴും സ്ഥാനങ്ങൾ കിട്ടാനും മാനങ്ങൾ കിട്ടാനും ഒക്കെ നമ്മൾ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത് നിഷ്കളങ്കതയിൽ നിന്നല്ല, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നാണ്. ഞാനൊരു കാര്യം പറയാം, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ടോ? എന്നെയും നിങ്ങളെക്കുറിച്ച് ജനിക്കുന്നതിന് മുൻപേ ദൈവം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അത് മാറ്റാനും മറിക്കാനും ആർക്കും കഴിയുകയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, നാം നമ്മുടെ നടപ്പിനെ നിഷ്കളങ്കതയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. നിഷ്കളങ്ക മാർഗത്തിൽ നാം നടക്കാൻ ശ്രമിക്കേ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമ്മുടെ വഴികളെ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ ഭവനമാണ് ആദ്യം ക്രമപ്പെടേണ്ടത്. നിഷ്കളങ്കതയില്ലാതെ ജീവിക്കുന്ന ആ ഓരോ കുടുംബങ്ങളും ഈ ദിവസങ്ങളിൽ എന്റെ തിക്ത അനുഭവങ്ങളിലേക്ക് വരികയാണ്. ഇന്ന് നിഷ്കളങ്ക മാർഗത്തിൽ നടക്കാതെ വഴിവിട്ട ജീവിതം നയിക്കുന്ന ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവും ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യയും ഉള്ള കുടുംബം, ഹല്ലേലൂയ, ഇന്ന് ശരിയാകത്തില്ല. വഴിവിട്ട് നടക്കുന്ന കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ വിഘടിച്ചു പോകും. നാളെ ആ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നോക്കിയിട്ട് സാധ്യമല്ല. ഞാൻ പറയട്ടെ, പുകവലിക്കുന്ന ഒരു പിതാവ് മകനോട് പറയുക, നീ പുകവലിക്കാൻ പാടില്ല. മദ്യപിക്കുന്ന ഒരു പിതാവ് പറയുക, മകനെ മദ്യപാനം ഹാനികരമാണ് എന്ന് പറഞ്ഞാൽ ആ മകൻ അതനുസരിക്കുമോ? ഇതേപോലെ തന്നെയാണ് പരമാർത്ഥ ഹൃദയമില്ലാതെ ദൈവ വഴിവിട്ട് നാം നടന്നാൽ നമ്മുടെ തലമുറകളും അതേ അനുഭവത്തിൽ ചെന്നെത്തും. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അധികം ഫലമുണ്ടാകുമോ? ദൈവമക്കളെ, പ്രവൃത്തിയിൽ കൊണ്ടെത്തിക്കുവാനുള്ള കാര്യങ്ങൾ ദൈവഹിതപ്രകാരം ഒരു വിശ്വാസി ജീവിക്കേണ്ടി വണ്ണം ജീവിച്ച് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയാൽ ആ കുടുംബം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് നിഷ്കളങ്കതയോടെ ഇടപെടുവാൻ ഇടയാകും. ഞാനത് വായിച്ചപ്പോൾ അതിന്റെ 3-ാം വാക്യം കൂടി
നമുക്കൊന്ന് വായിക്കാം. നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3-ാം വാക്യം കൂടി 101-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം കൂടി പറയുന്നു. ഞാനൊരു കാര്യം എന്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. ഞാനൊരു നീച്ച കാര്യം എന്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. നീച്ച കാര്യം എന്ന് വെച്ചാൽ എന്നാ? കാണാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നിഷ്കളങ്ക ഹൃദയമുള്ളവർ അരുതാത്ത കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ദൈവവചനത്തിന് വിരോധമായിട്ട് നടക്കുന്ന ആ പ്രവർത്തികളെ ആ നിഷ്കളങ്ക ഹൃദയൻ വെറുക്കുകയാണ്. ദൈവം വെറുക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിന് നാം വചനത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ഒന്ന്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതായിരിക്കണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ള വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കും? അവന്റെ വീട്ടിൽ പോലും നിഷ്കളങ്കമായി പെരുമാറുവാനിടയാകും. നാം എവിടെ ചെന്നാലും നിഷ്കളങ്കനാകട്ടോ എന്ന് പറഞ്ഞ ആളുകൾ നമ്മെ മുതലെടുക്കുവാൻ ഇടയാകും. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആരൊക്കെ നമ്മളെ മുതലെടുത്താലും ദൈവം നമുക്ക് അനുകൂലമായി നിന്നാൽ ആർക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന്റെ മുൻപിൽ നീതിയോടെ ന്യായത്തോടെ ദൈവവചനത്തിനെ അനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ, വചനപ്രകാരം നമ്മുടെ പാതകൾ ദൈവഹിതപ്രകാരം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ, നിഷ്കളങ്ക മാർഗത്തിൽ നാം നടക്കുവാൻ ശ്രമിച്ചാൽ, നമ്മെ ആരൊക്കെ എവിടൊക്കെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ, നമ്മെ ആരൊക്കെ മുതലെടുക്കുവാൻ ശ്രമിക്കുന്നുവോ, അവരുടെ ഒക്കെയും മുൻപിൽ ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നു. ആമേൻ. ഈ ദൈവവചനപ്രകാരം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വക്രഹൃദയം അങ്ങനെയുള്ള വ്യക്തിയോട് എന്ത് ചെയ്യുക? കന്നിരിക്കുകയാണ്. വക്രഹൃദയം ഇല്ല. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവർക്ക് എന്തില്ല? വക്രഹൃദയമില്ല. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നാം നിഷ്കളങ്ക ഹൃദയത്തോടെ, നാം ഒരു വിശ്വാസിയാണോ? നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പലപ്പോഴും നാം ഇങ്ങനെ അങ്ങനെ എന്നുള്ളതല്ല, വചനം എന്തു പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ആമേൻ. ഞാൻ ആ 101-ാം സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നതഭാവവും നിങ്ങള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കുകയില്ല. ദൈവവചനത്തിൽ എത്ര ശക്തമായിട്ടാ പറയുന്നത്. ആമേൻ. നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം ജീവിക്കുവാൻ ശ്രമിക്കണം. ഉന്നത ഭാവത്തോടെ നാം ജീവിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുക? അതിനെ വെറുക്കുകയാണ്. നികള ഹൃദയം നമുക്ക് പാടില്ല. നിഷ്കളങ്ക ഹൃദയമാണ് നമുക്ക് വേണ്ടിയത്. ആമേൻ. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയരുത്. നിഷ്കളങ്ക ഹൃദയമുള്ളവരൊക്കെ പറയുമോ? ഹല്ലേലൂയ. നമ്മുടെ കാര്യം നടക്കണമെന്നുള്ള ആഗ്രഹത്താൽ നാം എന്ത് ചെയ്യും? നാം മറ്റുള്ളവരെ കുറിച്ച് ചിലപ്പം അപവാദങ്ങൾ പറഞ്ഞു എന്ന് വരും. ദൈവ പൈതലേ, ദൈവവചനത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ഹല്ലേലൂയ നാം ചെയ്ത് അങ്ങനെയുള്ള ഒരു ഹൃദയത്തിനുടമയായി ജീവിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ പ്രസാദിക്കത്തില്ല. നമുക്ക് 51-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് പോകാം. അതിന്റെ 10-ാമത്തെ വേദഭാഗത്തിൽ ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു അനുഭവം വിളിച്ചു പറയുന്നുണ്ട്. 51-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? താൻ പാപം ചെയ്തു, ദൈവ വഴിയിൽ നടക്കുവാൻ കഴിയാതെ വണ്ണം താൻ ആയിരുന്ന അനുഭവത്തിൽ ദാവീദ് താൻ പശ്ചാത്താപത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. വായിച്ചട്ടെ. 51. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പൊ ഞാനിവിടെ ചിന്തിക്കുകയാണ്, അതുവരെ ദാവീദിന് സ്ഥിരമായൊരു ഹൃദയം അല്ലായിരുന്നോ? സ്ഥിരമായൊരു ഹൃദയം അല്ലായിരുന്നത് കൊണ്ടാണ് താൻ പാപത്തിലേക്ക് പോയത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു. ഹൃദയം
നിഷ്കളങ്കമല്ലായിരുന്നു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആ സമയത്ത് അന്വേഷിച്ചില്ല. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് നേരം മതി കേട്ടോ നമ്മുടെ ചിന്താഗതികൾ മാറുവാൻ, നമ്മുടെ മനസ്സ് മാറുവാൻ. ഒരു നിമിഷം മതി. ഒരു പ്രലോഭന വാക്ക് നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ കണ്ണിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടാൽ, നാം പ്രതീക്ഷിക്കുന്ന ചില വാക്കുകളും സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളും നമുക്ക് കടന്നു വന്നാൽ, നാം അറിയാതെ നാം ദൈവവഴിയിൽ നിന്ന് പോകും. പിശാച് എന്ത് ചെയ്യും? അതിനുവേണ്ടി മുഴുവലത്തോടെ പ്രവർത്തിക്കും. ഏതൻ പൂങ്കാവനത്തിലും അതല്ലേ സംഭവിച്ചത്. കണ്ണിന് ഭംഗി ഉളവാക്കത്തക്ക നിലയിൽ പിശാച് അവിടെ വന്ന് ഹൗവായെ ഉപായത്താൽ ചതിച്ചു. ഇന്ന് ദൈവ മക്കളെ, ഒരു വിശ്വാസിയെ ചതിക്കുവാൻ മുഴുവലത്തോടെ പിശാച് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഏത് വിധേന നമ്മുടെ വീക്ക്നെസ് നന്നായിട്ട് നമ്മൾ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നത് ആരാണ്? പിശാച. നമ്മുടെ വീക്ക്നെസ് ഏതാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വീക്ക്നെസ്സിലൂടെ പിശാച് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കും. നുഴഞ്ഞു കയറുവാൻ വളരെ അല്പം ഒരു പൊഴുതു മതി, അതിന്റെ അകത്തൂടി പിശാച് നുഴഞ്ഞു കയറും. ദാവീദിനും അതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് 51 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അറിയാം. ഉരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ താൻ ഹൃദയംഗമായി ആഗ്രഹിച്ച് തന്റെ ഭാര്യയാക്കുവാൻ. ഇന്ന് ദൈവത്തിന്റെ വഴി വിട്ട്, നിഷ്കളങ്ക ഹൃദയം വിട്ട്, വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ജീവിക്കുന്ന ദൈവ മക്കളെന്ന് അഭിമാനിക്കുന്ന ഒരു വിശ്വാസി ഇന്ന് ദൈവാത്മാവ് പറയുക, ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ ദൈവം അവന് പ്രസാദിക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് ചെയ്ത തെറ്റിനെ കുറിച്ച് അവന് പശ്ചാത്താപമുണ്ടായി. എന്നിട്ട് താൻ ദൈവവഴി വിട്ടുപോയി എന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ട് ദാവീദ് പറയുക, കർത്താവേ, ദൈവമേ, ഞാൻ നിർമ്മല ഹൃദയമുള്ളവനായിരുന്നില്ല. നിന്റെ വഴി വിട്ട് ഞാൻ പോയി. ഞാൻ അരുതാത്ത പാപത്തിലേക്ക് എന്റെ ജീവിതം കൊണ്ടുപോയി. എന്റെ കൂടെ നിന്ന ഊരിയാവിനെ ഞാൻ ചതിച്ചു. ആമേൻ. അവന്റെ ഭാര്യയെ ഞാൻ എന്റെ സ്വന്തമാക്കി. ഇതൊക്കെയാണോ ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്നവർ ചെയ്യുന്നത്? ഇന്നേ കാലഘട്ടത്തിലും ഇവയൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ആമേൻ, ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ദൈവഹിതപ്രകാരം, ആമേൻ, ദൈവവചനപ്രകാരം ചലിപ്പിക്കുവാൻ, അവന്റെ വഴികളിൽ നടക്കുവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ദാവീദ് പറയുന്നത് എന്താണ്? ഒരു പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്ത് വരണം. താൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അപ്പോ അതുവരെ ഉണ്ടായിരുന്നത് കാപട്യം നിറഞ്ഞ മനസ്സായിരുന്നിരിക്കാം. അതുകൊണ്ടല്ലേ പാപം ചെയ്തത്. അപ്പൊ ആ കാപട്യം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് നിർമ്മലമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരു പുതു സൃഷ്ടിയാകണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ, എന്റെ കഠിന ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം എനിക്ക് തരണം. പാപം നിറഞ്ഞ അനുഭവം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്റെ കണ്ണു മുൻപിലേക്ക് കടന്നു വരുമ്പോൾ, എന്റെ ഹൃദയത്തിലേക്ക് കണ്ണിലൂടെ ആ പാപം കടന്നു വരുമ്പോൾ ഞാൻ അറിയാതെ അതിലേക്ക് പോകുകയാണ്, ആഴ്ന്നിറങ്ങുകയാണ്. എന്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ നീ ആഗ്രഹിക്കുന്ന അളവിൽ എത്തപ്പെടുവാൻ അത് കഴിയാതെ എന്നെ ആക്കി തീർക്കുകയാണ്. ആകയാൽ ദൈവമേ, എനിക്ക് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിർമ്മലമായൊരു ഹൃദയം തരണം. നിർമ്മലമായൊരു ഹൃദയം തരണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, പരമാർത്ഥ ഹൃദയം, നിഷ്കളങ്ക ഹൃദയം. ദാവീദ് ആഗ്രഹിച്ചു നിർമ്മലമായൊരു ഹൃദയം തന്നെ. രണ്ടാമത് അവൻ പ്രാർത്ഥിക്കുക, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് വന്നും പോയി നിൽക്കുക. പെട്ടകത്തിലെ നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിൽ കാക്കയെ ഇറക്കി വിട്ട് വെള്ളം കുറഞ്ഞോ ഇല്ലയോ എന്നറിയാൻ കാക്ക വന്നും പോയി നിന്നു. ഇതുപോലെ ഇന്നത്തെ പല വിശ്വാസികളിലും ആത്മാവ് വന്നും പോയി നിൽക്കുക. ആത്മാവ് പോകുമ്പോ പാപം ചെയ്യും, ആത്മാവ് വരുമ്പോ പശ്ചാത്താപം വരും. ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറയും. പിന്നെ ആ മാനസാന്തരം 3 ദിവസത്തേക്കേ കാണത്തുള്ളൂ. ഇത് കഴിഞ്ഞേച്ച് വീണ്ടും പാപത്തിലേക്ക് നീങ്ങുക. അതുകൊണ്ട് സ്ഥിരമായൊരാത്മാവ് ദൈവം ആഗ്രഹിക്കുന്നതാ. ഒരു വിശ്വാസിക്ക് സ്ഥിരമായൊരാത്മാവിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവം
പൈതലേ, അവൻ അനുഗ്രഹിക്കപ്പെടുകയില്ല. ശുഭകരമായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരത്തില്ല. ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കട്ടെ. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ചിന്തിക്കാമെന്ന കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? 1, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നതായിരിക്കണം. 2, നിഷ്കളങ്ക ഹൃദയത്തോടെ വീട്ടിൽ ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്ക ഹൃദയത്തോടെ. ഇന്ന് ആർക്കെങ്കിലും ഹല്ലേലൂയ അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ സ്ഥിരമായ ഒരു ആത്മാവില്ലാത്തതാണ് അതിന്റെ കാരണം. പാപത്തിലേക്ക് നിന്നെ നയിക്കുന്നതാണ് കാരണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളോട്, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ മാതാവിനോട്, പിതാവിനോട് ഹല്ലേലൂയ നിഷ്കളങ്ക ഹൃദയത്തോടെ ഇടപെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കേ. നിഷ്കളങ്ക ഹൃദയത്തോടെ ഇടപെടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ആ വ്യക്തികളുമായിട്ട് കോംപ്രമൈസിൽ പോകാൻ സാധിക്കുന്നില്ല. ചാബല്യം ഉള്ളിൽ കിടക്കുന്നു, പാപം തന്നിൽ കിടക്കുന്നു, ദൈവഹിതം വിട്ട് താൻ പോകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിഷ്കളങ്കതയോടെ ഇടപെടുവാൻ കഴിയുന്നില്ല. ദാവീദ് പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഹല്ലേലൂയ നിഷ്കളങ്കതയോടെ പെരുമാറും. നിഷ്കളങ്കതയോടെ എവിടെയാ? ആദ്യം സ്വന്തം വീട്ടിൽ ആരംഭിക്കണം. സ്വന്തം വീട്ടിൽ നിഷ്കളങ്കതയോടെ പെരുമാറാൻ കഴിയാത്തവർ നാട്ടിൽ പോയി എന്തെല്ലാം ചെയ്യുവാൻ നോക്കിയാലും നിഷ്കളങ്കത വരത്തില്ല. അതിനെന്തു വേണം? ഒരു പശ്ചാത്താപം നമുക്കുണ്ടാകണം. 2, ദൈവാത്മാവ് പറയും സ്ഥിരമായൊരു ആത്മാവ്, പരിശുദ്ധാത്മാവിനെ ആമേൻ അതിന്റെ അഭിഷേകത്തോടെ പ്രാപിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ നാം വീട്ടിൽ നിഷ്കളങ്കരാകും. വീട്ടിൽ നിഷ്കളങ്കരാകുന്നവർ ദേശത്ത് നിഷ്കളങ്കരാകും, സമൂഹത്തിൽ നിഷ്കളങ്കരാകും. ദൈവകൃപ അവരെ ഭരിക്കുവാനിടയാകും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവാത്മാവ് അവർക്ക് ബോധം വരുത്തി കൊടുക്കും. തെറ്റാണെന്നുള്ള ആമേൻ ഒരനുഭവം അവർക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് കൃത്യമായ പാതയിലൂടെ നടക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഒരു വിശ്വാസിയുടെ ഹൃദയം മൂന്നാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലുള്ളതാണ്? നമുക്ക് വായിക്കാം 119 സങ്കീർത്തനം തന്നെ അതിന്റെ 11-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. 119 സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വേദഭാഗം. ഇപ്രകാരം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കേട്ടോ, ദാവീദ് സ്ഥിരമായ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദാവീദ് വീണ്ടും പറയുക, ഞാന് ദൈവമേ നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ എന്ത് വേണം എനിക്ക്? ഹല്ലേലൂയ. വചനം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് വേണം. അപ്പോൾ തുടക്കത്തിലേ നാം വായിച്ചു, ദൈവവചന പ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ ഈ ഭാഗ്യാവസ്ഥയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ, ഇങ്ങനെയുള്ള ഹൃദയം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദാവീദിനോട് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുവാൻ റെഡിയാകണം. ദൈവമേ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ആ വചനം ഹൃദയത്തിൽ ഇരിക്കത്തുള്ളൂ. നമ്മളെ മൊബൈലിന്റെ അകത്ത് എന്ത് ചെയ്യും? അനേക മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യും? സേവ് ചെയ്തിടും, അല്ലെ? അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് സേവ് ചെയ്തിടുന്നത്. ഇതേപോലെ നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഹൃദയത്തിൽ ഇതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്താൽ അത് പോകാതെ കടന്നോളും. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കുവാനും സാധ്യമാകും. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നടക്കേണ്ടുന്ന പാത ഈ വചനം നമുക്ക് കാണിച്ചു തരും. നാം പോകേണ്ട വഴി ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ദാവീദ് പറയുക, ആമേൻ, വചനം എന്തിനു വേണ്ടിയാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്? നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസിയുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ നാമും ആഗ്രഹിക്കണം. ദൈവമേ, എന്റെ ഹൃദയം ഹല്ലേലൂയ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്നെ വചനത്തിൽ ഉറപ്പിക്കണം. ഈ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനമില്ലാത്തവർ വീണുപോകും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ ആഴ്ന്നിറങ്ങണം. വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം നമ്മുടെ കാലിന് ദീപവും
പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ഇന്ന് നമ്മള് തിരക്കിട്ട ജീവിത ശൈലിയാണ്. വചനം നമുക്ക് പലപ്പോഴും വായിക്കാനും വചനം നമുക്ക് ധ്യാനിക്കുവാനും കഴിയാതെ വരികയാണ്. സമയമില്ല ആർക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കിട്ടുന്ന സമയങ്ങൾ, നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ഡെയിലി തിരുവചനം ധ്യാനിക്കുവാൻ നാം മനസ്സ് കാട്ടണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ മുൻപിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ നാം പാപ വഴി വിടും. ഇന്ന് വിശ്വാസികൾ അല്ലേ രഹസ്യ പാപത്തിലേക്ക് പോകുന്നവരാ. രഹസ്യ പാപങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലിസ്റ്റിൽ പെട്ടെന്നൊന്നും ആയിരിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. രഹസ്യ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ചെയ്യുന്ന കാര്യങ്ങളാ. നമ്മൾ മദ്യപാനവും പുകവലിയും ഇന്ന് ഹല്ലേലൂയ ഇതൊക്കെ പറയും. എന്നാൽ രഹസ്യ പാപങ്ങൾ ധാരാളമുണ്ട്. അസൂയ ഒരു രഹസ്യ പാപം അല്ലേ? അസൂയ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില. പിണക്കം, കോപം, ജാട, മറ്റുള്ളവരോട് അല്ലെ നമ്മൾ മറ്റുള്ളവരെ അപഹാസ്യപ്പെടുത്തുന്നത്, ഇതൊക്കെ രഹസ്യമായിട്ട് പബ്ലിക് ഉള്ള കാര്യമല്ല. ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് പക അത് പുറത്ത് കാണിക്കുന്നതല്ല, എന്നാൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴത് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രഹസ്യ പാപങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. അങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് ഹല്ലേലൂയ വചനം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയം വേണം. വചനത്തെ ആ ആഴങ്ങളിൽ എടുക്കുവാൻ അങ്ങനെയുള്ളൊരു ഹൃദയം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമേ. ഇന്ന് പലർക്കും ഓർമ്മക്കുറവ്. എനിക്കൊക്കെ വചനം വായിച്ചാൽ ഒത്തിരി ഓർമ്മയൊന്നും നിൽക്കത്തില്ല. പക്ഷേ വചനം വായിച്ചാൽ ഓർമ്മ നിന്നില്ലെങ്കിലും നാം അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വചന ധ്യാനത്തിനും വചന പഠനത്തിനും നാം എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. എവിടെയും ആരും എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വചനം വായിക്കുന്ന ധ്യാനിക്കുന്ന ദൈവമക്കൾക്ക് നടക്കേണ്ട പാത അവരെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, മൂന്നാമതായിട്ട് എന്ത് വേണം? വചനം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 97-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. 97-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വേദഭാഗം. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. 97-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വേദഭാഗം. നീതിമാന്റെ പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ദൈവമാവ് ആഗ്രഹിക്കുന്നത് എന്താ? പരമാർത്ഥ ഹൃദയം വേണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ ഹൃദയം വേണം. ഇന്നില്ലാത്തൊരു കാര്യമാണ് പരമാർത്ഥ ഹൃദയം, അല്ലെ? ഹല്ലേലൂയ. എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് പരമാർത്ഥ ഹൃദയം. ഞാൻ യോസഫിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. പരമാർത്ഥ ഹൃദയത്തോടെയാ പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്നത്. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലെ പൊത്തിഫേറിന്റെ ഭാര്യ തന്നെ വലയിൽ കുടുക്കുവാൻ, പാപം ചെയ്യിപ്പിക്കുവാൻ കടന്നു വന്നത്. എന്നാൽ യോസഫ് നല്ല യൗവനക്കാരനായിരുന്നു. താൻ അവൾക്ക് വിധേയനാകാതെ പാപത്തെ വിട്ടോടി. അതാണ് പരമാർത്ഥ ഹൃദയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുക, ചെറുപ്പക്കാരന് ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പറയാമായിരുന്നു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാമായിരുന്നു. ഹല്ലേലൂയ. ആ സാഹചര്യത്തിന് താൻ സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് താൻ ആ പാപത്തിൽ വീണിരുന്നു എങ്കിൽ നിത്യേന ആ പാപത്തിലേക്ക് വീഴേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇതാണ് പരമാർത്ഥ ഹൃദയമുള്ളവർ. ഹല്ലേലൂയ. പാപത്തെ വിട്ടോടും. പക്ഷെ അവൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. പരമാർത്ഥ ഹൃദയത്തോടെ നിന്നതുകൊണ്ട് തനിക്ക് വിരോധമായി പൊത്തിഫേറിന്റെ ഭാര്യ പൊത്തിഫേറിനോട് ധാരാളം തന്നെക്കുറിച്ച് താൻ തന്നെ അപമാനിക്കുവാൻ വന്നു എന്ന് പറയുകയും ജയിലറയിലേക്ക് യോസഫ് കടന്നു പോകേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പരമാർത്ഥ ഹൃദയത്തോടെ യോസഫ് നിന്നതുകൊണ്ട് അവന് ലഭിച്ച ഗുണം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അവനൊരു സന്തോഷം ഉണ്ടായി. അതാണ് ഇവിടെ വായിക്കുന്നത്. നീതിമാന് പ്രകാശവും
പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. പരമാർത്ഥ ഹൃദയത്തോടെ നിന്നാൽ ഇന്നല്പം ദുഃഖിക്കേണ്ടി വന്നാലും പിന്നത്തേതിൽ സന്തോഷം ദൈവം തരും. സത്യങ്ങൾ പുറത്തു വരും ദൈവമക്കളെ. ഇന്ന് നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനും ചില കാര്യങ്ങൾ നടക്കുവാനുമായിട്ട് നാം പരമാർത്ഥത വിട്ടിട്ട് ദുരുപായം നിരൂപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടമാകും. സന്തോഷം കൈവരിക്കുവാൻ സാധ്യമല്ലാതാകും. ഇവിടെ പ്രൈസ് ദി ലോർഡ് ദാവീദ് പറയുകയാണ്, നീതിമാന് പ്രകാശം ലഭിക്കുന്നത് പോലെ തന്നെ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷം ഉദിക്കും. ഹല്ലേലൂയ. നാം നിഷ്കളങ്കതയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മോട് ആമേൻ കൃപയാൽ നമ്മെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ദൈവാത്മാവ് പറയുകയാണ്, പരമാർത്ഥ ഹൃദയം നമുക്ക് വേണം. അതെ, ദൈവവചനം, ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പരമാർത്ഥ ഹൃദയത്തിനുടമയായി ജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോസഫ് അപ്രകാരം തന്നെയാണ് ജീവിച്ചത്. പക്ഷെ അവന്റെ അപ്പനും അമ്മയും ഒക്കെ അവനെ ഉപേക്ഷിച്ചു, അല്ലേ? ഒത്തിരി വേദനിച്ചു. സഹോദരങ്ങളുടെ നടുവിൽ അവൻ ഒത്തിരി വിഷമിച്ചു. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായി വന്നപ്പോൾ തനിക്ക് ലഭിക്കേണ്ടിയ സ്ഥാനങ്ങൾ ദൈവം നേരത്തെ തനിക്ക് ദർശനം കൊടുത്തിരുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിരിക്കുന്നൊക്കെ തനിക്ക് ദർശനം കൊടുത്തിരുന്നു. തിരുവചനത്തെ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ദൈവ പൈതലിന് ദൈവം കൊടുത്ത ദർശന പ്രകാരം പാപത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ട് പ്രാണത്യാഗത്തോളം അതിനെ എതിർത്ത് നിന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ച ആമേൻ ദൈവഭക്തനായ യോസഫിന് വേണ്ടി ഒരു സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, അവനെ വേദനിപ്പിച്ചവർക്കും കൂടി സന്തോഷം പകർന്നു കൊടുക്കുവാൻ ആ രാജ്യത്തുണ്ടായിരുന്നവർക്ക് അവിടുത്തെ ക്ഷാമത്തിൽ ആമേൻ അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ഈ ഭക്തന് സാധിച്ചു എന്നുള്ളത് നാം മറന്നു പോകരുത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരമാർത്ഥ ഹൃദയം നാം പ്രാപിച്ചെടുത്തെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എത്തപ്പെടണം. അതിനായി നാം എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ ഒന്നാമതായിട്ട് നാം ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളവരോടും ചുറ്റുവട്ടത്തുള്ളവരോടും നമുക്ക് നിഷ്കളങ്കതയോടെ പെരുമാറുവാനിടയാകും. മൂന്നാമതായിട്ട് ദൈവവചനം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ലഭിക്കണം. അതിനായി ദാവീദ് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ അനുവദിക്കാതെ ദൈവമേ അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമതായിട്ട് പരമാർത്ഥതയുള്ളൊരു ഹൃദയം ഹല്ലേലൂയ ദാവീദ് ആഗ്രഹിച്ചു. അതെന്തിനു വേണ്ടിയാണ്? ദൈവ വഴി വിട്ടുപോകാതെ പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം. അതിന്റെ പരിണിത ഫലം എന്താണ് ലഭിച്ചത്? തനിക്ക് സന്തോഷം ഉണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ നാം ധ്യാനിച്ചാൽ, ദൈവവചനത്തിൽ നാം 119 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 2-ാം വാക്യമാണല്ലോ വായിച്ചത്. ആമേൻ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അതിനുവേണ്ടി 1-ാം വാക്യത്തിൽ വന്ന് യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഈ നിഷ്കളങ്കതയോടെ വചനത്തെ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടെ നാമേ നമുക്ക് മുന്നേറാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവിടുത്തെ വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ എന്റെ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുവാനല്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിച്ചാൽ കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല. പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിച്ച് മുന്നേറുവാൻ ദൈവം കൃപ നൽകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനം ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എപ്രകാരമെന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിൽ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണം. കർത്താവ് അങ്ങനെ ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇത് കാണുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഫേസ്ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് ഹല്ലേലൂയ തുടർന്നുള്ള പ്രോഗ്രാമുകളൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതിന്റെ ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നാളെയോ അടുത്ത ദിവസങ്ങളിലോ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ദൈവം എല്ലാ കൃപകളാലും വരങ്ങളാലും അനുഗ്രഹങ്ങളാലും ഹല്ലേലൂയ നല്ല ഹൃദയത്തിനുടമകളായി ജീവിപ്പാൻ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.